ഹലോ ഗൈസ്, നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ. ഇന്നത്തേക്ക് 2 ആഴ്ച കേട്ടോ. എത്ര പെട്ടെന്ന് സമയം കൂടാല്ലേ. അയ്യോ, എങ്ങനെ എത്ര പെട്ടെന്ന് ഇത്രയും ദിവസങ്ങൾ പോയെന്നുള്ളത് ഒരു കൈയും കണക്കുമില്ല. ടപ്പേന്ന് പറഞ്ഞ് തീരുന്നതാണ് പ്രവാസികളുടെ വെക്കേഷൻസ് ഒക്കെ. നമ്മൾ നാട്ടിലെത്തി ബാഗ് പൊട്ടിച്ച് സ്വീറ്റ്സും സാധനങ്ങളൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പറഞ്ഞ നേരം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. വന്നപ്പോൾ തന്നെ നമ്മുടെ അമ്മച്ചേച്ചി ബബുക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കണം. ബബുവിൻ്റെ ഫേവറേറ്റ് ആണ് പെയിൻറ്റിങ് സെറ്റ്. അപ്പോൾ അമ്മച്ചേച്ചി ബബുക്കുട്ടിയുടെ മനസ്സറിഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചു ഹാപ്പി. പെയിൻറ് കിട്ടിയപ്പോൾ മുതൽ കൊച്ചും അച്ഛമ്മയും തമ്മിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷനും പെയിൻറ്റിങ് ക്ലാസ്സൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ അച്ഛമ്മ കൊച്ചിൻ്റെ താളത്തിനൊത്ത് എല്ലാം അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അത് കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛമ്മേനുണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾക്ക് സത്യം പറഞ്ഞാൽ എന്നെ പോലും വേണ്ട, കൊച്ചിന് അച്ഛമ്മ മാത്രം മതി. അത്രയ്ക്ക് കൂട്ടാണ് കേട്ടോ അച്ഛമ്മ. പിന്നെ അവൾ പറയുന്ന എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അവളെ പണ്ടേ കൊണ്ട് ഓടിച്ചേനെ. അച്ഛമ്മ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. അവളെല്ലാം പറയണൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടൊന്നും അച്ഛമ്മ പറയുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ ക്ഷമ നശിക്കും, അത് വേറെ കാര്യം. പക്ഷെ അമ്മ കൊച്ചിനെ ഒന്നും പിണങ്ങില്ല കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇവർ രണ്ടുപേരും എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും. അത് ഇവർക്ക് മസ്റ്റാണ്. അമ്മ എല്ലാ ദിവസവും വെളുപ്പിന് എണീറ്റ് അമ്പലത്തിൽ പോകട്ടോ. നാട്ടിലെത്തിയ പിന്നെ കൊച്ചും എൻ്റെ അമ്പലവാസി കുട്ടിയായി മാറിയിട്ടുണ്ട്. അമ്മയുടെ കൂടെ രാത്രി കിടക്കണം. അപ്പോൾ അത് കാരണം അമ്മയും കൊച്ചും കൂടി രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും. ഞാൻ ഇടയ്ക്ക് മാത്രമാണ് അവരുടെ കൂടെ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പോയ ദിവസം ഉണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണം. അമ്പലത്തിൽ പാൽപ്പായസം കഴിച്ചിട്ടേ കിട്ടാൻ ലേറ്റായി. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കണതാണ് റോക്ക് പേപ്പർ സിസർ. രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ്. ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ നാട്ടിൽ വന്നത് പ്രമാണിച്ച് അച്ഛമ്മ കൊച്ചിന് വെച്ചിരിക്കുന്ന സർപ്രൈസ് ആണ് കേട്ടോ ഈ 2 കോഴി. പിന്നെ നമ്മുടെ വീട്ടിൽ കോഴീനൊന്നും അങ്ങനെ വളർത്താറൊന്നുമില്ല. മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്ന് പ്രമാണിച്ചിട്ട് അച്ഛമ്മ കൊച്ചിന് 2 കോഴീനെ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ കൊച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 കോഴി ബബയും പിന്നെ അച്ഛമ്മയാണ് കൊച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇത് സബിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയാമോ? വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് അമ്മാമ്മയൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മാമ്മേനെ പോയി കാണാൻ വേണ്ടി പോവേട്ടോ. അമ്മാമ്മയൊക്കെ പ്രായമായി തുടങ്ങി. അപ്പോൾ അമ്മാമ്മേനെ പോയി ഒന്ന് കാണണം. അറിയില്ല. ബബുക്കുട്ടി എവിടെ ബബു പോണേ? ആരെ കാണാനാ പോണേ? ആമീനെ കാണാനാണോ? മുത്തിയമ്മയെ കണ്ടേ? ഫസ്റ്റ് ആ ചച്ചറ കടയിൽ നിർത്തണേ. എന്താ ബാബുക്കുട്ടിനെ ഇവിടെ ആക്കാം. ആ ചച്ചറ കടയിൽ അച്ഛമ്മ വേണം, ബാബുക്കുട്ടി വേണം. ഓക്കെ. അമ്മ അച്ഛക്കടയിൽ പോകും, അച്ഛമ്മ ബാബു അച്ഛാച്ച വീട്ടിൽ പോകും. ഇപ്പൊ എന്തൊരു വർത്താനം, ആൾക്കാരെ കാണാൻ വർത്താനം പറയൂല. അതേനാ ചാച്ചയുടെ കടയെത്തി. ചാച്ചയുടെ കട കേറണോ? നമ്മുടെ വീട് അടുത്തടുത്താണ്. പക്ഷെ നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ കുറച്ച് കറങ്ങി വരണം, അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മളങ്ങനെ തറവാടെത്തി. അവിടെ തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ മക്കൾ ഫാമിലിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളത് അവിടെ വീടെത്തി. പിന്നെ ഇവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കുട്ടി ഭയങ്കര കളിയാണ് കേട്ടോ. ചെന്ന് കാണുമ്പോൾ കുറച്ച് മടിയാണ് ഞങ്ങൾക്ക് കൂട്ടുവിടാനായിട്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തിയമ്മാമ്മ. അമ്മാമ്മക്ക് വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ അമ്മാമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ നാട്ടിലെത്തിയ പിന്നെ ഫുൾ ടൈം മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോകണമെങ്കിലും ഒരു കുടയും കൊണ്ട് പോയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അച്ഛമ്മയും മോളും കൂടി ഒരു കുടയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും സബിനും പുറകെ വേറൊരു കുടയിൽ. എന്ത് രസമല്ലേ, നാട്ടിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളാണത്. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പോയിട്ടോ. അതാണ് പറയാനുള്ളത്. ഇവിടെ അച്ഛമ്മയും മോളും എപ്പോൾ നോക്കിയാലും കളിയാണ്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണിത്. പക്ഷേ അവളത് നൈസായിട്ട് അടിച്ചു മാറ്റിയെന്നല്ല, അവൾക്കത് വേണം എന്ന് പറഞ്ഞിട്ട് അവളതെടുത്ത്. ആമിക്കുട്ടിക്ക് സെയിം തന്നെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അവൾക്ക് അതേപോലത്തെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ എടുത്തു കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ബബിൾസാണ്, വീട് മൊത്തം ബബിളിൻ്റെ അഭിഷേകമാണ്. ചാച്ചയുടെ വണ്ടി കാണിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ. പിന്നെന്താണ്, ഇവിടെ കോഴിബബയുടെ കൂടെയാണ് കേട്ടോ ഫുൾ ടൈം. കോഴിബബയുടെ സന്തത സഹചാരിയാണ് എൻ്റെ കൊച്ചിപ്പോൾ. ബബുക്കുട്ടി വന്നേ പിന്നെ നമ്മുടെ കോഴിബബ 2 തക്കുടുമണികളായിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും ബബുവിന് ഈ കോഴിബബക്ക് കൊണ്ടുകൊടുക്കൽ മാത്രമാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ബബുവിന് കോഴിയുടെ അടുത്തേക്ക് പോകുന്നത് പേടിയാണ്. പക്ഷെ പിന്നെ ഇത്രയും
ഇപ്പോൾ 2 ആഴ്ചയായില്ലേ, 2 ആഴ്ച കഴിയുമ്പോഴേക്കും ബബു കോഴി ബബുവിനെ തൊടും. അത്രത്തോളം ആയിട്ടോ കോഴി ബബുവിനെ. പിന്നെ നമ്മൾ ഒരു ദിവസം പോയിട്ടായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോൾ നാടൻ ചക്ക എന്നെ കാത്ത് എൻ്റെ വെയിറ്റ് ചെയ്തുന്ന ചക്കയാണ്. വെട്ടിപ്പൊളിച്ച് ഇതേപോലെ ഓരോരോ പീസൊക്കെ എടുത്ത് ഇങ്ങനെ ഉലിഞ്ഞിടും. അതേപോലെ തന്നെ പകുതി വഴിയിലേക്കും പോവും. നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതാണ്ടോ നല്ല മഴ ആയതായിരുന്നു. ചക്കയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ മധുരമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് മമ്മി കൊടുത്തു വിട്ടതാണ് ചക്ക. ഇവിടെ വന്നിട്ട് കുപ്പിച്ചങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. സൂപ്പറാ. അങ്ങനെ നമ്മൾ ഒരു ദിവസം മച്ചമ്മേനെയും കൂട്ടിയിട്ട് വാർക്കപ്പുറത്ത് കയറിയതാണ്. മഴ ആസ്വദിക്കാൻ കയറിയേക്കാണ്. നല്ല പൊരിഞ്ഞ മഴയാണ്. ആ മഴയായിട്ട് അച്ഛനും കൊച്ചും ഞാനും കൂടി വാർക്കപ്പുറത്ത് കയറി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് കണ്ട് ഓർമ്മിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അതിനുവേണ്ടി മാത്രമാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചത്. ഞാൻ വെക്കേഷൻ പ്ലാൻ ചെയ്ത സമയത്ത് നമുക്കറിയാവുന്നത് കാലവർഷത്തിൻ്റെ സമയമാണ്. നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരിക്കുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും കൊച്ചിൻ്റെ കൂടെ ഒരു ദിവസം മഴ നനയണം എന്നൊക്കെയുള്ളത്. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു. കൊച്ചെന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ വെക്കേഷൻ ഡേയ്സിൽ നല്ല നല്ല മെമ്മറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണിട്ടത്. ഇത് നമ്മുടെ ബബ്ബുക്കുട്ടിയുടെ കോഴി ബബ്ബ ഒരു മുട്ടയിട്ടു കേട്ടോ. ബബ്ബുക്കുട്ടി മുട്ടയെടുക്കാൻ പോകണമാണ് ആ കാണുന്നത്. ഇതൊക്കെ അവൾ വലുതായി കഴിയുമ്പോൾ എനിക്ക് അവളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബബ്ബുക്കുട്ടിയുടെ മുട്ട. അല്ല ബബ്ബുക്കുട്ടിയുടെ മുട്ടയല്ല, ബബ്ബുക്കുട്ടിയുടെ കോഴി ബബ്ബയുടെ മുട്ട. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മയുണ്ട കൊച്ചിന് ഭക്ഷണം കൊടുക്കൽ, കൊച്ചിനെ കുളിപ്പിക്കൽ, കൊച്ചിൻ്റെ A to Z കാര്യങ്ങൾ നോക്കണത്. അല്ലേ അച്ഛമ്മ? ഓക്കേ. ബബ്ബുന് പിന്നെ അമ്മേനെ വേണ്ട. ആണോ ബബ്ബു? തമ്പായിനാണ് ഇഷ്ടം. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ചയിൽ ഒരു കുട്ടി വീഡിയോ ആയിരുന്നത് നമ്മുടെ വെക്കേഷൻ ഡേയ്സ് മെമ്മറീസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ. കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്.